വേറൊരു മഹാമേരുവാണ് അല്ലേ ബിച്ചു തിരുമല സാറ്. അതെ. പലതരം പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? പലപ്പോഴും ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മള് ഈ ട്യൂണിന്റെ പുറകെ പോയ ഉം, പാട്ടുകളുണ്ടല്ലോ. ഉം, പലപ്പോഴും ലിറിക്കിനെ കുറിച്ച് നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോയ ഉം, അല്ലെങ്കിൽ ഒരു ഓളത്തിൽ പോയ കുറേ ഉം, പാട്ടുകളുണ്ട്. പക്ഷെ ഉം, അതൊക്കെ തന്നെ എടുത്തു വെച്ച് നമ്മൾ പിന്നീട് കേൾക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ യാദൃശ്ചികമായിട്ട് കേൾക്കുമ്പോഴോ ഒന്ന് ഇതിങ്ങനെയായിരുന്നോ ഉം. എന്ന് ചിന്തിക്കുന്ന അതെ, കുറേ അതെ. പാട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബിച്ചു സാറിന്റെ പല പാട്ടിലും അദ്ദേഹം കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള കുറേ "ഒരായിരം കിനാക്കളാൽ കുരുന്നു കൂട് മേഞ്ഞിരുന്നു മോഹം. ഉം, കൊളുത്തിയും കെടുത്തിയും പ്രതീക്ഷകൾ വിളക്കുവെച്ച് മൂകം." ഉം. അതാണ്. അപ്പൊ ഇവര് ഈ ബാച്ചിലേഴ്സ് ഒരു ഗതിയില്ലാത്ത കുറച്ച് ഉം, പേര് ജീവിക്കുന്ന ഉം. അവരുടെ ലൈഫിന്റെ എല്ലാ അൺസർട്ടനിറ്റിയും അതെ, ആ 4 വരിക്കകത്തുണ്ട്. അതെ, അതെ, "ഒരായിരം കിനാക്കളാൽ അതെ, അതെ. അതുപോലെ ഒളിക്കുന്നുവോ, മിഴിക്കുമ്പിളിൽ." അത് ന ചമ്പക്കുളം തച്ചൻ എന്ന് പറഞ്ഞ സിനിമയിലത് സിനിമയാണല്ലോ. അതിലെ പ്രണയഗാനത്തിലൊക്കെ ഇത് പായിപ്പാട്ടെ ഓടി വെള്ളമായൊരൻ. ഓടിവെള്ളമായൊരൻ കായൽ മോടിവെള്ളമാണ്. ഉം, ഉം. അത് മുഴക്കോല് പോലും മുഴക്കോലും ഒക്കെ അതെ, അതെ, അതെ. അത്തരം ചില അതുപോലെ ഈ തരങ്കിണി ഇറക്കിയിട്ടുള്ള അദ്ദേഹം എഴുതിയിട്ടുള്ള ആ. അരയന്നമയൊക്കെ ഈ വസന്തഗീതങ്ങൾ. നമ്മൾ ഈ യാത്ര ചെയ്ത് പോവാണ് ഈ പാട്ടിന്റെ ഒപ്പം പെൺകുട്ടിയെ തേടി നേരത്തെ പോവാണ്. പറഞ്ഞ പോലെ മലർക്കൊടി പോലെ എഴുതുന്നത് പോലെ അതെ, അതിനേക്കാൾ ക്ലിഷ്ടമായിട്ടുള്ള കുറേ അതെ, ഫ്രേസസ് ആണ്. അതിലൂടെ ഫ്രേസസ് ഇത് ആണ്. കൊണ്ടുവന്ന് അതെ, അതെ. ഒരാശയം അവസാനം കൊണ്ട് ഉം. ഉടനടി തരും ഇവൻ അതിനൊരു പ്രതിഫലമായി എന്നൊന്ന് അതെ, അതെ, കൊണ്ടുവന്ന് അതെ, കൺക്ലൂഡ് ചെയ്യുക എന്ന് അതെ, പറയുന്നത് അതെ. ഒരു വലിയ അതാ വാങ്മയ ചിത്രം എന്ന് നമ്മൾ പറയുമല്ലോ, ഈ വാക്ക് കൊണ്ട് ചിത്രം എഴുതുക വരയ്ക്കാണ്. എന്ന് അതെ. പറയുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് ഈ അതെ. പോകുന്നത് ഏത് വഴിയാണ്, അതെ. കിളിമരം, അതിൽ അതെ. അങ്ങിങ്ങായി പൂചൂടും കുറുമൊഴി മലരിനു സഖി സഖി ഒരുവൾ. ഒരുവൾ ഈ പൂനുള്ളാൻ മലരിന്റെ സഖി എന്നൊക്കെ ഒരു പെൺകുട്ടിയെ കുട്ടി വിളിക്കാന്ന് വിളിക്കുന്ന പറയുന്നത് മലരിനു സഖി ഒരുവൾ പൂന്നുള്ളാൻ പുലരിയിൽ ഇതുവഴി ഇതുവഴിയെ വന്നീടിൽ വരുകയാണെങ്കിൽ ആണെങ്കിലേ ഉള്ളൂ. അവളുടെ കവിളുകളിൽ കൂത്താടും കൂത്താടും കുറുനീര തടസമിടും കാതിൽ നീ എന്റെ എന്റെ ആത്മകഥ ചൊല്ലിടേണം അതിനിന്നു നിന്റെ കൃപയേകുമെങ്കിൽ രവിവർമ്മ നിന്നെ എഴുതി പതിച്ച പടം ഉടനടി തരും ഇവൻ അതിനൊരു പ്രതിഫലമായി അരയന്നമേ അരയന്നമേ. അതിന്റെ ട്യൂണാണ് അന്നൊക്കെ നമ്മളെ ആരോമലേ. കൂടുതലായിട്ട് അതെ, കൗതുകത്തിലേക്ക് അതെ, അതെ. കൊണ്ടുവരില്ല, ആ സംഗതികളും. അതെ. അത് കഴിഞ്ഞിട്ട് ശ്വാസം വിടാതെ ഈ പാട്ട് വരികൾ പാടുക എന്നുള്ളതായി. അതെ, അതെ, അതെ. പക്ഷെ ഈ അർത്ഥം ഇല്ലെങ്കിൽ അതിന്റെ ഈ സ്നേഹിച്ചും അടിമുടി പരിലാളിച്ചും മേളിച്ചും മേളിച്ചും യുവജനം എന്ന് നമുക്കിതൊക്കെ ബൈഹാർട്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ അത്ര തവണ ഇത് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. അത് നൂറുകണക്കിന് തവണ അത് കേട്ടത് കൊണ്ടാണ്. പക്ഷെ അപ്പോൾ വസന്തഗീതങ്ങളൊക്കെ കാസറ്റ് വാങ്ങിച്ച് കേട്ട് അവസാനം കാസറ്റിന്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ട് പിന്നെ വാങ്ങിക്കും രണ്ടാമത്. എപ്പോഴും ഞാൻ ഓർക്കും ഇതിന്റെ ഒരു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കൊത്തുപണി അതെ, അല്ലെ, ഒരു ആശാരി മരത്തില് അല്ലെങ്കിൽ ശില്പം ഒരു കൊത്തിയെടുക്കുന്ന. ദാരുശില്പി ഉം. മരത്തിൽ കൊത്തുന്ന ഒരു ഒരു കൃത്യത, പ്രിസിഷനോടെ കൊത്തി വാക്കുകൾ ചാടാതെയും അല്ലെങ്കിൽ ഇരട്ടിക്കാതെയും ഒക്കെ അവിടെ ഒരു മ്യൂസിക് തന്നെയായി മാറുകയാണ് വാക്കുകൾ ചില ഘട്ടത്തില്. അതെ, അതെ. 7 സ്വരങ്ങളും ബിച്ചു അതെ. സാറിന്റെ. അത്തരം ഈ ട്രിക്കി ട്യൂൺസിനെ എഴുതാൻ ബിച്ചു സാറിന് അത് വലിയൊരു ഭയങ്കര ഒരു അതുപോലെ തന്നെ അത് എഴുതി കമ്പോസ് ചെയ്ത പാട്ടുകൾ ഇപ്പം ദേവരാജൻ മാസ്റ്ററുടെ മ്യൂസിക്കിലൊക്കെ ആദ്യകാലങ്ങളിൽ ബിച്ചു സാർ എഴുതിയിട്ടുള്ള പാട്ടുകളിൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് യാമശങ്കുലിവാനിലുയർന്നു അതെ, നെറുകയിൽ തൊഴുകൈ താഴികക്കുടം നീട്ടി ദേവാലയം പോലും ധ്യാനിച്ചു നിന്നു. അപ്പൊ നെറുകയിൽ ഈ താഴികക്കുടം എന്ന് പറയുന്നത് അതെ, ഇങ്ങനെ അതെ. തൊഴുതു നിൽക്കുന്ന പോലെ തൊഴുത് സൂര്യനെ നിൽക്കുന്നു. അതെ, അതെ, നമസ്കരിച്ച് നിൽക്കുന്നത് അതെ, അതെ. പോലെയുള്ള. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാത്തിലും ഉണ്ടാവും ഈ ഇത്തരം ചിത്രങ്ങൾ ശരിക്കും അല്ലെ? അതുപോലെ എപ്പോഴും ഞാൻ ഇതുപോലെ സൂര്യൻ പറഞ്ഞപ്പോഴാണ് ഓർത്തത് വിയറ്റ്നാം കോളനിയിൽ പവനരച്ചെഴുതുന്നു കോലങ്ങൾ ഇന്നും കിഴക്കിനി കോലായിൽ അരുണോദയം. അരുണോദയം. സൂര്യനാണ് കോലമിടുന്നത്. പവൻ അതെ, അതെ. സ്വർണ്ണ കിരണങ്ങൾ കൊണ്ട് അതെ, സൂര്യൻ കോലമിടുന്നു. അതിൽ കോലമിടുന്നു അല്ലെ? പകലകം പൊരുളിന്റെ രാജധാനി. ശ്രീരാജധാനി. പകലകം പൊരുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനാണ് അതെ, അല്ലെ? പകലകം പൊരുളിന്റെ ശ്രീരാജധാനി ഹരിതകമ്പളം നീർത്തി വരവേൽപ്പിനായി. ഇതിലെ ഒരു സാമഗാന വീണ മീട്ടി അഴകെ അഴകെ പെൺകുട്ടിയോട് പറയുന്നത് നീ അതെ, ഈ സൂര്യന്റെ രാജധാനിയിലേക്ക് ഈ പ്രഭാതത്തിൽ ഈ അതെ, സൂര്യൻ കോലം വരച്ചിരിക്കുന്ന ഈ അതെ. വീഥിയിലൂടെ നടന്നു വരും എന്ന് പറയുന്നത്. ഉടനീളം ഒരു ബന്ധം കൊണ്ടുവരുന്നതേ. അല്ല ഇത് എല്ലാം ട്യൂണിനും എഴുതിയതും കൂടാണെന്ന് ട്യൂണിൽ പറയുമ്പോഴാണ് ഞെട്ടുന്നത്. അതിലെ കൃഷ്ണമൂർത്തിയുടെ ഒരു പെർസ്പെക്റ്റീവിലാണല്ലോ പാട്ട് വരുന്നത്. അതെ, ആ സിനിമയിൽ ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ അതെ, അതിൽ. പക്ഷെ അതുപോലെ തന്നെ പിന്നെ ഒരു മാഫിയ വന്നിട്ട് ഒരു കൂട്ടം
ഒരു കോളനിയിൽ ജീവിക്കുന്ന ജനങ്ങളെ മുഴുവൻ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമവും. അപ്പൊ അതാണ് കാടത്തം വലയ്ക്കകത്താകുന്നതാണല്ലോ ഒരു പാട്ടിൽ, ലല്ലലം ചൊല്ലുന്ന ചെല്ലക്കിളി. വേടൻ വരുന്നേ കാടൻ വരുന്നേ കൂടനൊരു മാടനുണ്ടേ. ആ വില്ലനെയൊക്കെ നമ്മൾ മനസ്സിലപ്പോ വരും. കല്ലേലെല്ലാം രാകുന്നേ കത്തിക്ക് വാത്തല കൂട്ടുന്നതെന്നൊക്കെയാണ് എന്തൊക്കെ. എന്നിട്ട് അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ കിളികളെ പിടിക്കാനാണ് വല വിരിക്കുന്നത്. പക്ഷെ ഈ കാടത്തം സ്വന്തം വലയ്ക്കകത്തായി എന്നാണ് അവസാനം പാട്ട് എഴുതുന്നത്. എന്തൊക്കെ പരിപാടിയാണ്. അതുപോലെ ചെറുകുഴി ആനകളും അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ് ഈ ഞാഞ്ഞൂലിനും സീൽക്കാരമോ ഞാൻ അഹങ്കാരമോ. അത് തന്നെ പടകാളിയിലും ഉണ്ട് അത്തരം ശൈലി. അത് തന്നെ ശരിക്കും അണ്ണൻ തമ്പിയിലും ഇത്തരം പരിപാടികളുണ്ട്. ഈ മത്സരം വരുന്ന ഇത്തരം ഉപമകളും പരിപാടികളൊക്കെ ഉള്ള പടകാളി, പോർക്കലി, മാർഗിനി, ഭഗവതി അലിവോടി നിത്തിരിക. ഇത് ദേവിയുടെ പര്യായങ്ങളൊക്കെ എഴുതിയിട്ട് നമ്മള് പല വാക്കുകളും നമ്മൾ ഇദ്ദേഹത്തിന്റെ ഇത് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത കുറെ വാക്കുകൾ. അതുപോലെ ഞെട്ടിച്ചിട്ടുള്ള ഒരു അതൊക്കെയാണ് ഈ മന്ത്രവാദത്തിൽ ഉപയോഗിക്കുന്ന ദേവതകളുടെ ഒക്കെ പേരാണ്. സാധാരണ നമ്മുടെ ഈ സാധാരണ അമ്പലങ്ങളിൽ കാണുന്ന പരിപാടിയല്ല അല്ലെ. ഇത്തരം തന്ത്രങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള അതിനു വേണ്ടിയിട്ടുള്ള പോർക്കലി എന്നൊക്കെ പറയുന്നത് ഈ ഇത്തരം ദേവതയാണെന്ന് തോന്നുന്നു അല്ലെ. ഇത്രയും റൈമിംഗ് ഉള്ള പാട്ടുകൾ എഴുതിയ വേറൊരു കവിയില്ല. അതെ. മ്യൂസിക്കൽ ഇൻക്ലിനേഷൻ അദ്ദേഹത്തിന് നല്ലൊരു മ്യൂസീഷ്യനും കൂടിയാണല്ലോ. മറ്റേ ജയവിജയുടെ പാട്ട് നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി, വയലിനിൽ ചൗടയ്യ ഖ്യാതി നേടി എന്നൊക്കെ എഴുതണമെങ്കിൽ അത്തരം എക്സ്പോഷർ. പിന്നെ ഈ ജെറി സാറിന്റെ കൂടെയുള്ള കോമ്പിനേഷനും നല്ല രസമാണ്. അതെ. ആയിരം കണ്ണുമായൊക്കെ. അതുപോലെ ആദ്യത്തെ മിഴിയോരം, മഞ്ചാടിക്കുന്നിൽ ഭയങ്കര ഫ്രഷ്നെസ് ആയിരുന്നു. മഞ്ഞണിക്കൊമ്പിൽ അല്ലെങ്കിൽ മഞ്ചാടിക്കുന്നിലൊക്കെ ഇറങ്ങുമ്പോൾ ഈ പാട്ടുകളുടെ ഓർക്കസ്ട്രേഷനും അതിന്റെ ട്യൂണിന്റെ പുതുമയും ഈ ബിച്ചു സാറിന്റെ ലിറിക്സിന്റെ ഒരു ഇത് എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഒരു പുതിയ എറ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു ആ സമയത്തല്ലേ. ആ പാട്ടിലെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു മിഠായി പ്രണയം ആണല്ലോ ആ സിനിമയിൽ ശരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു അൺറിയൽ പാരലൽ ഒരു മിഠായി വേൾഡ് പുള്ളി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ലിറിക്സിലൂടെ. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിക്കൊമ്പിൽ, അതുപോലെ മഞ്ചാടിക്കുന്നിൽ മഞ്ചാടിക്കുന്ന് മണിമുകിലുകൾ ദൂരെ എന്നുള്ള പാട്ട് എല്ലാം ഫാന്റസിയാ. ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു ലോകം അദ്ദേഹം പാട്ടിലൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവരുടെ കോമ്പിനേഷൻ വന്ന പാട്ടുകളാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ ആയിരം കണ്ണുമായി എന്ന് പറഞ്ഞ പാട്ടൊക്കെ എല്ലാ കാലത്തും എല്ലാവരും ഓർത്ത് പാടുന്ന പാട്ടുകളാണ്. അതൊക്കെ ഒരു പ്രോസിനോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകളാണ് ശരിക്കും. എല്ലാ കാര്യവും വളരെ വ്യക്തമായിട്ട്. ജെറി സാർ പിന്നെ ഈ അടുത്തത് വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ എന്ന് പറഞ്ഞ പാട്ട്, അതിന്റെ പല്ലവി തുടക്കം ഈണത്തോടുകൂടി തന്നെ ബിച്ചു പാടിയതാണ്. അതിന്റെ തുടർച്ചയാണ് ഞാൻ പിന്നെ ചെയ്തതെന്ന് ജെറി സാറ് പറയുകയും ചെയ്തു. ഗുരുജി ഒരു വാക്ക്, അതിലെ പാട്ടുകളൊക്കെ ഇതുപോലെ നല്ല രസമാണ്. വെൺപകൽ തിറയോ നിഴലാട്ടമോ വാനവീഥികളിൽ, അത് സാധാരണ കേട്ടിട്ടുള്ള ഒരു രീതിയിലുള്ള പാട്ടുകളല്ല. ഇന്ത്യൻ സിനിമാ സംഗീതത്തിൽ തന്നെ സംഗീത സംവിധാനം എന്നുള്ളത് ഒരു കോഴ്സായിട്ട് പഠിച്ച് എന്താ ഒരു മാസ്റ്റേഴ്സ് എടുത്തിട്ട് സിനിമാ സംഗീതത്തിൽ വന്ന ഒറ്റ കമ്പോസറേ ഉള്ളൂ. അന്നത്തെ കാലത്ത് 70s ഇവിടുന്ന് പോയി, അതും ന്യൂയോർക്കിൽ പോയി മാസ്റ്റേഴ്സ് എടുത്തിട്ട് അതിന്റെ ഓർക്കസ്ട്രേഷനെ കുറിച്ചും എല്ലാം കൃത്യമായ ധാരണയോട് കൂടിയാണ് ഒരാൾ ഒരു സിനിമ ചെയ്യാൻ കേരളത്തിൽ വരുന്നത്. അങ്ങനെ ഒരു അത്രയും ഒരു പ്ലാനിങ്ങോട് കൂടി ഒരാൾ സിനിമാ സംഗീതത്തെ സമീപിച്ചിട്ടുണ്ടാവില്ല. അതിനുമുമ്പുള്ള നമ്മുടെ സംഗീത സംവിധായകരെല്ലാവരും തന്നെ കർണാട്ടിക് മ്യൂസിക് എല്ലാവരും തന്നെ കർണാട്ടിക് മാറ്റിയതാണ്. പിന്നെ സലിത ഇങ്ങോട്ട് വന്നിട്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പാട്ടിൽ മാറി നിൽക്കുന്നത്. ആരുടെ പാട്ടിൽ നമുക്ക് തിരിച്ചറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയിലെ പാട്ട് വളരെ ദേവദുന്ദുഭി ആണെങ്കിലും പിൽക്കാലത്ത് അദ്ദേഹം ഫോളോ ചെയ്ത ഒരു ജോണറായിട്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു പാട്ടാണല്ലോ ദേവദുന്ദുഭിയും പൂവട്ടകയും. പൂവട്ടകയ്ക്ക് ഒരു കാവാലം സ്കൂളുണ്ട്, ഇതുണ്ട്, വരികൾക്കാണെങ്കിലും ഉണ്ട് കൈതപ്രം സാറിന്റെ. അത് അദ്ദേഹം തന്നെ അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ദേവദുന്ദുഭി ആണെങ്കിലും അതിന്റെ മ്യൂസിക്കിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത് അതിഗംഭീരമായ ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിന്റെ അടിത്തറ ഉള്ളതായിട്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു പാട്ടാണ്. എന്നാൽ അദ്ദേഹം അതൊരു സാധാരണ സെമി ക്ലാസിക്കൽ പാട്ടായി
മറ്റുള്ളതിൽ ഗണത്തിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രില്യൻസ് ചെയ്തിരിക്കുന്ന ചരണം കൊണ്ടുവന്നൊരു സ്കെയിൽ ചേഞ്ചിൽ വെച്ച് അതെ അതെ ആ അവിടുന്ന് ഒരു ബ്രില്യൻസിലൂടെ തിരിച്ചു വന്ന് തിരിച്ചു വരുന്നു. അതെ അല്ലേ അതും ചെയ്തിട്ടുണ്ട്. അപ്പം അതെ ഓരോരുത്തരും ഓരോ ഓരോ ഇഷ്ടികയല്ല, ഉം. ഒരുപാട് ഇഷ്ടികകൾ ഇങ്ങനെ അതെ. പുറത്ത് വെച്ച് വെച്ചാണ് നമ്മുടെ മ്യൂസിക് ഇങ്ങനെ മ്യൂസിക്കിന്റെ ഒരു വലിയൊരു വല്ലാത്ത പ്രസ്ഥാനമായിട്ട് ഒരു മാറിയിട്ടുള്ളത്. ഗോപുരം എന്നൊക്കെ പറയാം അല്ലെ? അതെ, സ്വർണ്ണ ഗോപുരം. MSVയുടെ തമ്പിസാറിന്റെ പാട്ട് പറഞ്ഞല്ലേ, സ്വർണ്ണ ഗോപുര നർത്തകി. നമുക്ക് ലോകത്ത് എവിടെ പോയാലും അഭിമാനത്തോടുകൂടി പ്രസന്റ് ചെയ്യാവുന്ന ഒരു സംഗീത ശാഖയാണ് മലയാള ചലച്ചിത്ര സംഗീതം എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അത് ഇതിലെ കവിതയാണെങ്കിലും പാട്ടുകൾ സംഗീതം. കേൾക്കുമ്പോൾ പലപ്പോഴും എനിക്ക് അതിനകത്ത് യാതൊരു സംശയവും തോന്നിയിട്ടില്ല. നമ്മുടെ ഇവിടുത്തെ ഓരോ ബിജു ഉൾപ്പെടെയുള്ള സംഗീത സംവിധായകർ ചെയ്തിട്ടുള്ള പാട്ടുകൾ കേൾപ്പിച്ചാൽ ഏത് അന്തർദേശീയ നിലവാരമുള്ള സംഗീതജ്ഞനും ഇത് ഒരു കോമ്പോസിഷൻ എന്നുള്ള രീതിയിൽ അവർക്ക് വിസ്മയം തോന്നുന്ന പാട്ടുകൾ നമ്മുടെ ഇവിടെ ആ, സംഗീത സംവിധായകർ, അതെ എഴുത്തുകാർ, അതിന്റെ ആശയം കൂടി അവർക്ക് അറിയില്ല, ഭാഷ അറിയില്ല. ആ, ഈ ഓൾറെഡി ഈ ട്യൂണും സിംഗിങ്ങും കേൾക്കുമ്പോൾ തന്നെ അതിനൊരു ഇന്റർനാഷണൽ നിലവാരം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും അതിന്റെ കൂട്ടത്തിൽ ഇതിന്റെ വരികളെ കുറിച്ച് കൂടി പറഞ്ഞു കഴിയുമ്പോൾ പറഞ്ഞ ശരിക്കും കൽപ്പനകളും ഓരോരുത്തരും ഉണ്ടാക്കിയിട്ടുള്ള എഴുതി വെച്ചിട്ടുള്ള ഒരു ചെറിയ 12 വരി പാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മഹാപ്രപഞ്ചം. തമിഴിലൊക്കെയുള്ള പാട്ടുകൾ ഇപ്പം പലപ്പോഴും റീൽസിലൊക്കെ പറയുമ്പോഴാണ് ഉം. ഇതിന് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് MSV സാറിന്റെ പാട്ടുകൾ, സാറിന്റെ പാട്ടുകൾ, ആ ഒരു കാലഘട്ടത്തിലെ പാട്ടുകളെ കുറിച്ചാണ് പലരും ഇപ്പം സംസാരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് പാട്ടുകളുണ്ട്. ഇതുപോലെ ഈ അടുത്ത് അതുപോലെ AR റഹ്മാൻ സാറിന്റെ ഒരു പാട്ട്, വൈരമുത്തു എഴുതിയ ഒരു പാട്ടിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നത്, നീ ഒരു നുണ പറയൂ എനിക്ക് വേണ്ടി, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ഒരു നുണ പറയണം, അതായത് നിനക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള ഒരു നുണ. അത് ആ ഒരു നുണ കൊണ്ട് ഞാൻ ഈ ജീവിതകാലം മുഴുവൻ പൊയ്ക്കോളാം. എനിക്കറിയാം ശരിക്കും നിനക്ക് എന്നെ ഇഷ്ടമല്ല. അതൊരു പാട്ടിൽ അങ്ങനെ നമുക്ക് ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഞാൻ ലിറിക് ഇപ്പോൾ ഓർക്കുന്നില്ല. അപ്പൊ അതുപോലെ നമ്മുടെ പാട്ടുകളിൽ എത്രയോ ബ്രില്യൻസ് എവിടെയൊക്കെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് പക്ഷെ അറിയുന്നില്ല. അതുപോലെ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ പറയുന്നത് തന്നെ പൂർണ്ണമായിട്ട് ഭാഷ മനസ്സിലായില്ലെങ്കിലും കുറെയൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് അതിലേക്ക് ഒരു ലീഡ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതുപോലെ ഒരു പാട്ടിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നെങ്കിൽ എനിക്ക് എൻ്റെ പല്ലവിയെ കുറിച്ച് ഞാൻ കൂടുതൽ, പല്ലവി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ പാട്ടിൻ്റെ ഒരു ക്വാളിറ്റി, അതിൻ്റെ ഒരു വലിയ കവിതയാണെന്ന് മനസ്സിലായെങ്കിലും അത്ര ഡീപ്പായിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോഴാണ് ഒരു ദിവസം പറഞ്ഞത് കേവലമർത്തിയ ഭാഷയെ കുറിച്ച്. അയ്യോ, കേവലമർത്തിയ ഭാഷ കേൾക്കാത്ത ദേവദൂതികയാണ് നീ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതായത് നമുക്കറിയാം അതൊരു എന്താ പറയുക, ഒരാളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. പക്ഷെ ഒരു ഈ പറഞ്ഞ പോലെ അതിലൊരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണല്ലോ നായിക. അതായത് ഡെഫ് ആൻഡ് ഡംബാണ്. അവരോട് പറയാവുന്ന ഏറ്റവും മികച്ച ഇതാണ്. കോംപ്ലിമെന്റ് എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ ഞാനെന്ന സാധാരണക്കാരൻ ഇവിടെ വെറുതെ ആവശ്യമില്ലാത്ത കേവലമർത്തിയ ഭാഷയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതൊന്നും കേൾക്കേണ്ട ആവശ്യം നിനക്കില്ലെന്നാ പറയുന്നത്, അല്ലേ? അപ്പൊ അന്തരശ്രു സരസിൽ നീന്തിടും ഹംസഗീതങ്ങളില്ലയോ? ഇല്ലേ? ഇതൊക്കെ ഇല്ലേ ഈ ലോകത്തില്ലേ? അന്തരശ്രു സരസിൽ, നിന്റെ ഉള്ളിലെ ആ കണ്ണുനീർ തടാകത്തിൽ നീന്തുന്ന ഹംസഗീതങ്ങളില്ലേ? ആ ഹംസങ്ങൾ പാടുന്ന പാട്ടില്ലേ? അതുപോലെ ശബ്ദസാഗരത്തിൻ അഗാധ നിശബ്ദ ശാന്തത ഇല്ലയോ എന്ന് പറയുന്നത്, ശബ്ദം എന്ന് പറയുന്ന സാഗരത്തിന്റെ അടിയിലെ ശബ്ദത്തിന്റെ ശാന്തതയില്ലേ? ഇതാണ് നീ എന്ന് പറയുമ്പോ ഇത് ഈ പ്രപഞ്ചത്തിൽ ഇത്രയും ഒരു ഇത് കൊടുക്കാനില്ല അവർക്ക്. അതുപോലെ എന്റെ അനുപലയിൽ ചിത്രവർണ്ണങ്ങൾ നൃത്തമാടും നിൻ ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ ഞങ്ങൾ കേൾക്കാത്ത പാട്ടിലെ സ്വരവർണ്ണ രാജികളില്ലയോ? പാട്ട് അവിടെ വന്നു ONV സാറിന്റെ, അല്ലേ? അതെ, ഞങ്ങൾ കേൾക്കാത്ത പാട്ടില്. ആ സിനിമയിൽ തന്നെ എത്ര ഇതിലുണ്ടാവും ആ പാട്ട് എന്നുള്ളത്. അതെ, ആരെയും ഭാവഗായകനാക്കും, അല്ലേ? അല്ല, ഇപ്പം നീരാടുവാൻ ആരെയും ഭാവഗായകനാക്കും, മഞ്ഞൾ പ്രസാദവും, ഈ 3 പാട്ടുകളാണ് കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും. പിന്നെ ഞാൻ പാടിയൊരു ഈണങ്ങളൊക്കെയും അതിനകത്ത് പാട്ടാണ് നിന്നെ കുറിച്ചായിരുന്നു. പാടിയൊരു ഈണങ്ങൾ, അതൊക്കെ കൂടുതൽ. പക്ഷെ ഇതിനകത്ത്, ഈ പാട്ടിനകത്ത് ഇത്രയും ഈ കേവലമർത്തിയ ഭാഷ എന്ന് പറഞ്ഞ പാട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കവിതയുടെ ബ്രില്യൻസ്, അത് ആ ജയേട്ടൻ അത് ഉൾക്കൊണ്ടാണ് പാടിയിരിക്കുന്നത്. അത് ഒരിക്കലും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അത് കേൾക്കാൻ മാത്രമുള്ള പാട്ടാണ്, പാടാനുള്ള പാട്ടല്ല തോന്നാറുണ്ട്. അതുപോലെ ONV സാറിന്റെ പാട്ട് ഗായകനിലേക്ക് വന്നാൽ
അല്ലേ? അതെ അതെ പാട്ടുകാരൻ നാളെയുടെ ഘാട്ടുകാരനല്ലോ അതെ, അവിടെ തുടങ്ങിയതാണ് പൊന്നരിവാൾ അമ്പിളിയിൽ അമ്പിളിയിൽ ഉള്ള പാട്ട്. അതിനുശേഷം പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ. നേരത്തെ പറഞ്ഞ പാട്ടിനെ കുറിച്ചുള്ള പാട്ട് ശ്യാമസുന്ദര പുഷ്പമേ അല്ലേ? അതെ, അതിനകത്തുണ്ട്. പിന്നെ വേറെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആരെയും ഭാവഗായകനാക്കും. പിന്നെ പാട്ടിൽ ഈ പാട്ടിൽ പുതിയ കാലത്ത് വരുമ്പോൾ അതെ, പുതിയ പാട്ട് പാട്ടിൽ എന്ന് തന്നെ തുടങ്ങുന്നത് അല്ലേ? എത്രയോ അദ്ദേഹത്തിന്റെ ഉള്ളില് ഒരു ഒരു ശക്തനായ ഗായകൻ. ഗായകൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ കവികളൊക്കെ ഗായക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേവലം പാടുന്ന ഒരാളെ കുറിച്ച് ആയിരിക്കില്ല അവർ പറയുന്നത് ഗായകൻ. അല്ല, അത് കുറച്ച് വിശാലമായ അർത്ഥത്തിലാണ്. വിശാലമായ ഒരുപക്ഷെ ഒരു വാഗ്ഗേയകാരനെ കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവുക ഗായകൻ. പാട്ടുകൾ നൽകുന്നയാള്. നൽകുന്നയാള്, പാട്ട് ആ കവിത ഉറക്കെ പാടുന്നയാൾ, അതാണ് ഗായകൻ അല്ലെ? അങ്ങനെ ആയിരിക്കാം. അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് തന്നെയാണ്. അതെ. ഇപ്പൊ അല്ലെങ്കിൽ അതൊരു ഇപ്പൊ ഒരു ഇപ്പൊ സ്നേഹഗായക എന്നൊക്കെ പറയുന്നത് അദ്ദേഹം പാടണം എന്ന് തന്നെ ഉണ്ടാവില്ല അല്ലെ? പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ. നീ ആ പാട്ടിലെ വരികളൊക്കെ കേട്ടാൽ ഇതേപോലെ ബ്യൂട്ടിഫിക്കേഷന്റെ എക്സ്ട്രീമാണ് ആ പാട്ടില്. നീ എൻ സർഗ സൗന്ദര്യമേ. 2 ഡയമെൻഷൻ തോന്നും. അത് കേട്ടാൽ പ്രണയഗാനമാണെന്ന് തോന്നും. അത് പള്ളിയിൽ അവരൊരു പ്രണയം പാരലായിട്ട് ഉണ്ട് ആ സിനിമയിൽ. പക്ഷെ പൂമാനവും താഴെ ഈ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. അതെ. നെറുകിലിനിയ തുഹിന കണിക ചാർത്തി. തുഹിന മഞ്ഞ് എന്നുള്ളത്. നെറുകിലിനിയ തുഹിന കണിക ചാർത്തി തൊഴുതു തൊഴുതു തരളമിഴികൾ ചിമ്മി പൂവിൻ ജീവൻ തേടും സ്നേഹം നീ. പൂവിന്റെ നെറുകയിൽ മഞ്ഞുതുള്ളി ചാർത്തി നിൽക്കുന്നത്. അത് സാറ് വേറെ പാട്ടുകളിലും എഴുതിയിട്ടുണ്ട്. പൂവിന്റെ എപ്പോഴും അതാണല്ലോ, ഒരു പൂവിതലിന്റെ മുകളിൽ ഒരു മഞ്ഞുതുള്ളി ഇരിക്കുന്നതിന്റെ സൗന്ദര്യം. അതിപ്പോ ഒരു തലത്തിലാണെങ്കിലും ഈ മഞ്ഞുതുള്ളി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും അത്. അതെ അതെ അതെ. ഒരു തലം മാത്രം വിടർന്ന് നിൽക്കണല്ലോ ഈ മൊട്ട്. അങ്ങനെ അത് നമുക്ക് അറിയാം. ചെമ്പനീർ മുകുളമായി നീ എന്റെ അരികിൽ നിന്നു. അതൊക്കെ ഒരു കവിത സ്വഭാവമുള്ള പാട്ടുകളാണ് അല്ലേ? അതെ അതെ.